നവരാത്രിയുടെ പുണ്യദിനങ്ങൾ നമ്മളെ തിരഞ്ഞ് എത്തുകയാണ്. ഓരോ കാലവും ഓരോ തരത്തിൽ ഈ പ്രകൃതി നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് വേണ്ടത് ചൊല്ലിത്തരികയും ഒക്കെ ചെയ്യും. അതിനെല്ലാം ഓരോരോ കാലങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട കാലമാണ് നവരാത്രിയുടെ കാലം. നവരാത്രിയുടെ കാലം ഉപാസനാ കാലമാണ്, സാധനാ കാലമാണ്. അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് ഒരിക്കലും വിട്ടുകളയാനാകാത്ത അത്രയും പ്രാധാന്യമുള്ള ഒരു കാലമാണ് നവരാത്രി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ നമുക്ക് 4 നവരാത്രികളാണ് അനുഗ്രഹീതമായി ലഭിക്കുന്നത്. അതിൽ 2 നവരാത്രികൾ പൂർണ്ണമായും ഗുപ്തമായ ഉപാസനയ്ക്ക് ഉള്ളതാണ്. ഇതിൽ തന്നെ നമ്മൾ ഇപ്പോ ഉള്ള ശരത്കാല നവരാത്രിയുടെ പ്രാധാന്യത്തെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ കടന്നു പോകുന്ന ഓരോ രാമനവമി, അതുപോലെ തന്നെ ആഷാഢ നവരാത്രി, ഇതെല്ലാം പ്രാധാന്യപ്പെട്ടതാണ്. ഓരോ നവരാത്രികളും ഓരോ ഭഗവതിമാരുടെ സാന്നിധ്യത്തിലാണ്. എന്നാൽ നവദുർഗകളെ ഉപാസിച്ചുകൊണ്ട് ദശമഹാവിദ്യകളുടെയും സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ശ്രേഷ്ഠമായി നമ്മൾ പ്രകടമായി ആഘോഷിക്കുന്ന നവരാത്രി കാലത്തിലേക്കാണ് നമ്മൾ ഇനി നാളെ പ്രഭാതത്തിൽ കണ്ണു തുറക്കാൻ പോകുന്നത്. അപ്പൊ ഈ നവരാത്രി നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതാണ്. നവരാത്രിയെ സ്വീകരിക്കാൻ നമുക്ക് പല വിധികളുണ്ട്, പല രീതികളുണ്ട്. വ്രതങ്ങളോടുകൂടി സ്വീകരിക്കാം, വ്രതനിഷ്ഠയോടുകൂടി, പ്രാർത്ഥനകളോടുകൂടി, ഉപാസനകളോടുകൂടി. പിന്നെ ഈ നവരാത്രി കാലം മുഴുവനും നമ്മൾ മാതങ്കിയാകുന്ന, നീല സരസ്വതിയാകുന്ന ഭഗവതിയുടെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കലകളെ ഒക്കെ, നമ്മുടെ ജ്ഞാനത്തെ ഒക്കെ ഉപാസിക്കുന്ന ഒരു കാലം കൂടിയാണ്. പൂജ വെക്കൽ, അതുപോലെ തന്നെ പൂജ എടുക്കൽ, ഇതിനൊക്കെ പ്രത്യേകമായ ചില അർത്ഥങ്ങളും തലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം പറയുമ്പോൾ നാളെ രാവിലെ മുതലാണ് ഈ പൂജകൾ ആരംഭിക്കുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നവരാത്രിയുടെ വ്രതാരംഭങ്ങളിൽ പ്രധാനമാണ് കലശം വെക്കൽ, നവരാത്രിയുടെ കലശ സ്ഥാപനം എന്ന് പറയുന്നത്. സാധാരണ ബൊമ്മക്കൊലു ഒരുക്കുക, അതുപോലെ തന്നെ നിരവധി ദേവീ രൂപങ്ങളെ അലങ്കരിക്കുക എന്നുള്ളതൊക്കെ ഒരു തമിഴ് തമിഴ് സമ്പ്രദായമുണ്ട്. അപ്പൊ അത് നമുക്ക് തിരുവനന്തപുരത്തും അതുപോലെ പാലക്കാടും ഒക്കെ അത്തരം സമ്പ്രദായങ്ങളുടെ ഒരു രീതികൾ കാണാം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾ തന്നെ സവിശേഷമായ സരസ്വതി ആരാധനയുടെയും അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ടുള്ള ആ അതിർത്തിയുമായിട്ട് ചേർന്നിട്ടുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതുമൊക്കെയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു യാത്ര കൂടി, നവരാത്രി ഘോഷയാത്ര കൂടി ഇതിനിടയ്ക്ക് നടക്കാറുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മൂർത്തികൾ എഴുന്നള്ളി വന്ന് കുമാരസ്വാമിയും അതുപോലെ മുൻ ഉദിത്ത നങ്ക എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. ഇവിടെ നമ്മൾ സാധാരണ എല്ലാവരും പറയാം കുണ്ടണി മങ്ക എന്നാണ്. ശരിക്കും അത് മുൻ ഉദിത്ത നങ്ക എന്നാണ്. മുൻ ഉദിത്ത നങ്ക എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായ ശക്തി, പരാശക്തി. ആ പരാശക്തിയും സരസ്വതിയും കുമാരസ്വാമിയും കൂടി വന്നെഴുന്നള്ളി ഇവിടെ ഇരുന്ന് ഈ എല്ലാ ദിവസങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു വിശേഷമാണ് തിരുവനന്തപുരത്തുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് നമുക്ക് അഗ്രഹാരങ്ങളിലേക്ക് പോയാൽ കൊലു ഒരുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. പാലക്കാട് പോയാൽ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നവരാത്രിക്ക് കൊലു ഒരുക്കുന്നത് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൽ ദേവീ രൂപങ്ങളെ വെച്ച്, പ്രാർത്ഥനകൾ വെച്ച് ഉള്ളതുണ്ട്. അല്ലാതെയുള്ള സമ്പ്രദായങ്ങളിൽ സാധന, ഉപാസന, പ്രത്യേകമായ ജപക്രമങ്ങൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, ദേവീ മഹാത്മ്യത്തെ അടുത്തറിയുക തുടങ്ങിയ രീതികളിലൂടെ നവരാത്രി ഉപാസനയെ സ്വീകരിക്കുന്നവരുമുണ്ട്. ഏതായാലും കലശ സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ എല്ലാ ആചാരങ്ങളിലും നമ്മളുടെ ഉള്ളുണർവിനെ, നമ്മളുടെ ജീവാത്മാവിനെ ഉണർത്തി പരമാത്മാവിലേക്ക് ചേർക്കുന്ന പ്രക്രിയയാണിതെല്ലാം. എല്ലാ ആചാരങ്ങളും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഉള്ളിലേക്ക് മനസ്സിലാക്കി ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിൽ അത്തരത്തിലൊരു ഒരു തത്വമാണുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ കലശ സ്ഥാപനം നാളെ രാവിലെ 6:14 മുതൽ ഏതാണ്ട് 7:56 വരെയുള്ള സമയത്താണ് നവരാത്രിയുടെ ഉപാസന ആരംഭിക്കേണ്ടത്. നമ്മൾ വ്രതനിഷ്ഠമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ തയ്യാറാകേണ്ടത് നാളെ രാവിലെ 6:15-നും 7:56-നുമായിട്ട് ഇടയ്ക്കുമായിട്ട് ഒരു തുടക്കം കൊടുക്കണം. അതായത് ഒരു 7:45-നുള്ളിൽ നമ്മൾ തുടങ്ങിയിരിക്കണം എന്നർത്ഥം. 6:14 എന്ന് പറഞ്ഞാൽ ഒരു 6:20 മുതൽ 7:45-നുള്ളിൽ നമ്മൾ തുടങ്ങിയിരിക്കണം. അതിനാണ് ഈ കലശ സ്ഥാപനം എന്ന് പറയുന്നത്. അത് ഞാൻ എന്താണ് കലശ സ്ഥാപനം എന്ന് പറയാം. ഈ കലശ സ്ഥാപനം നടത്തിയില്ലെങ്കിൽ പോലും, അതായത് പ്രത്യക്ഷത്തിൽ നമ്മളൊരു കലശത്തിൽ ജലം നിറച്ചൊന്നും വെച്ചില്ല എങ്കിൽ പോലും, കൊലു ഒന്നും ഒരുക്കിയില്ല എങ്കിൽ പോലും, ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാം. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നവരാത്രിയുടെ ഈ നാളുകളെ ദിവ്യമാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഈ ഉപാസനകളെ, പൂജകളെല്ലാം ചെയ്യാം. മനസ്സിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേകമായ ഊർജം പ്രത്യേകമായി തരാനും പറ്റും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കലശ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഇത്തരത്തിലൊരു കലശം ആണ് എടുക്കുക. ഒന്നുകിൽ നമ്മൾ ചെമ്പിലുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, ചെമ്പിലുള്ളത് തന്നെയാണ് എടുക്കുക. ചിലപ്പോൾ സ്റ്റീൽ കുടങ്ങൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ മൺകലങ്ങൾ. പ്രധാനമായിട്ട് പറയാ കോപ്പറിലോ അല്ലെങ്കിൽ മണ്ണിലോ ഉള്ളതായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അത്തരത്തിലൊരു കലശത്തെ നമ്മൾ നവരാത്രിക്ക് നമ്മുടെ പൂജാമുറിയിൽ പ്രാർത്ഥനാ നിർഭരതയോടുകൂടി സ്ഥാപിക്കുന്നതിനെയാണ് കലശ സ്ഥാപനം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ക്ഷേത്രമായാലും ഒക്കെ എന്തായാലും തന്നെ അതിലെ കൊടിമരമായാലും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ഷഠാധാര പ്രതിഷ്ഠയായാലും ഒക്കെ ഇതുപോലെ കുംഭം സ്ഥാപിക്കൽ വളരെ പ്രധാനമാണ്.
എന്താണ് കുംഭം, ഇതെങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളൊരു കലശം സ്ഥാപിക്കാൻ ഇപ്പോൾ കൊലു എല്ലാം ഒരുക്കാനെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും ഇപ്പൊ വിചാരിച്ചിട്ടില്ല, പക്ഷെ ഇത് കേട്ടതിന് ശേഷം എന്നാൽ നാളെ ചെയ്തേക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അതൊരു കലശം അവിടെ ഇരുന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥനകൾ കൊടുക്കുന്നതൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ, നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഉണർത്തുന്ന ഒരു അവസ്ഥ തന്നെ നമുക്ക് നൽകും. നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലൊരു കലശത്തിനുള്ളിൽ നമ്മൾ നിറയെ ജലം എടുക്കും. സാധാരണ ഗംഗാജലം എടുക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഈ നിറയെ ജലം ഇതിലെടുക്കും. ഇപ്പൊ നമുക്ക് ഗംഗാജലം നമ്മുടെ കൈവശം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ നമ്മൾ കുറച്ച് ജലമെടുത്ത്, ശുദ്ധമായ ജലമെടുത്ത് അതൊരു കലശത്തിൽ, ഈ കലശത്തിൽ തന്നെ വേണമെങ്കിലും വെക്കാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലെടുത്ത് അത് വെക്കാം. അത് എപ്പോഴും നമ്മൾക്ക് ഇതുപോലുള്ള കോപ്പർ പാത്രങ്ങളാണെങ്കിൽ ഗുണം കൂടുതലാണ്. ശുദ്ധമായ പാത്രങ്ങളായിരിക്കണം, അത് ഉറപ്പിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാത്രത്തിനുള്ളിൽ ജലം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന, കഴുത്തറ്റം നിറയുന്ന രീതിയിൽ ജലത്തെ നമ്മൾ നിറയ്ക്കണം. ഇപ്പൊ ഗംഗാജലം ഉണ്ടെങ്കിൽ ഗംഗാജലം, അല്ലെങ്കിൽ പുണ്യമായ ജലം ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഒഴിക്കാം. ഇനി ഒന്നുമില്ല എങ്കിൽ ശുദ്ധമായ ജലം, ഏറ്റവും ശുദ്ധമായ ജലത്തെ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം മഞ്ഞൾ, നമുക്ക് ഇങ്ങനെ മഞ്ഞൾ കിട്ടുമല്ലോ, ഇങ്ങനെ മഞ്ഞൾ, അല്ലെങ്കിൽ മഞ്ഞൾ ഇനി ഇല്ല എങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക, തുളസി ഇല ഇട്ട് വെക്കുക. പിന്നെ അങ്ങാടി മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടുന്ന പച്ചക്കർപ്പൂരം, അത് ഒരു ശകലം വളരെ ചെറിയ അളവിൽ ഇതിലിട്ട് വെക്കാം. ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ച് ഒരു രാത്രി അതിരുന്നാൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കലശ സ്ഥാപനത്തിന് അത് ഒരു ശുദ്ധമായ തീർത്ഥജലമായി സങ്കല്പിക്കാറുണ്ട്. ഇതിൽ സാധാരണ ഇതുപോലെ മഞ്ഞൾ ഇടാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടയ്ക്ക ഉണ്ടല്ലോ, അടയ്ക്ക, നമ്മൾ എന്താ പറയുക, വെറ്റിലയുടെ കൂടെ മുറുക്കാൻ ഉപയോഗിക്കുന്ന അടയ്ക്ക ഉണ്ടല്ലോ, ആ അടയ്ക്ക മുഴുവൻ അടയ്ക്ക ഇടാറുണ്ട്, ഒരു നാണയം ഇടാറുണ്ട്. ഇതൊക്കെ നല്ലതായിട്ട് കരുതാറുണ്ട്, ഒരു വിശേഷമായിട്ട്. അപ്പൊ ആ ജലത്തെ ശുദ്ധമാക്കാനായിട്ട്. ഇപ്പൊ തുളസിയില, മഞ്ഞള്, അല്ലെങ്കിൽ കർപ്പൂരം, ഇതിലേതെങ്കിലും ഒന്നിടാം, അല്ലെങ്കിൽ ഇത് മൂന്നും ഇടാം, കുഴപ്പമില്ല. മഞ്ഞൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ആ ജലത്തെ സൂക്ഷിച്ചു വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അതൊരു ശുദ്ധജലമായി, അല്ലെങ്കിൽ അതൊരു തീർത്ഥ സമാനമായി മാറും. അപ്പൊ ഈ കലശത്തെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഈ കലശം നമ്മളുടെ ജന്മമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന, കലശത്തെ അങ്ങനെയാണ് പറയുക എപ്പോഴും. നമ്മളുടെ ജന്മമെന്നോ ജീവിതമെന്നോ നമ്മുടെ ശരീരമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിന്റെ സമർപ്പണമാണ് ശരീരം, ജന്മം, ജീവൻ, ഇതിന്റെ ഒക്കെ അനുഗ്രഹങ്ങളെ സമർപ്പിക്കലാണ് ഒരു കലശത്തിലൂടെ. കലശം എന്ന് പറയുന്നത് ഇപ്പൊ ജന്മം, നമ്മൾ ഒരുപാട് ഭഗവാനെ ഒരു കുശവനായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ഒരു കുശവനായിട്ട് ആലോചിച്ചിട്ട് ആ കുശവൻ കളിമണ്ണിൽ തീർക്കുന്ന മൺകുടങ്ങളാണ് നമ്മളൊക്കെ എന്നൊക്കെ പണ്ട് സിദ്ധറുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ആ കലശം, അതുപോലെ കലശം നമ്മളുടെ ജന്മമാണ്, നമ്മളുടെ സമർപ്പണമാണ്, നമ്മളുടെ തന്നെ ഒരു പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കലശത്തെ കരുതുക. ഇതിൽ ജലം നിറച്ചു വെക്കുന്നു. നമ്മളുടെ ശരീരത്തിലും 72% ജലമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലും കഴുത്തറ്റം ജലം നിറച്ചു വെക്കുന്നു. ഈ ജലത്തെ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞല്ലോ ഗംഗാജലം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഗംഗാജലം ഇല്ല എങ്കിൽ നമ്മളിത് എങ്ങനെയാണ് ശുദ്ധമാക്കുന്നത്? ജലത്തെ തലേദിവസം തന്നെ എടുത്തു വെക്കുക, ശുദ്ധമായ ജലത്തെ. അത് നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞള്, അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം, വാങ്ങാൻ കിട്ടുന്ന കർപ്പൂരം അല്ല, അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടുന്ന കർപ്പൂരത്തിന്റെ ഒരു ചെറിയ അളവിൽ അത് ഇടാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശുദ്ധമായ തുളസിയില ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പൊ അങ്ങനെ ഇട്ട് വെച്ചിട്ട്, അപ്പൊ ഇത് ഈ കലശത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ സമർപ്പണമായിട്ടും കരുതാറുണ്ട്, ഭഗവതി സ്വരൂപത്തിന്റെ ചൈതന്യഭാവമായിട്ടും, ഭഗവതിയുടെ പൂർണ്ണ ചൈതന്യ സ്വരൂപമായിട്ടും കരുതാറുണ്ട്. ആ ചൈതന്യ സ്വരൂപത്തിലേക്ക് നമ്മൾ മഹാമായ സാന്നിധ്യത്തെ, ഭഗവതി സാന്നിധ്യത്തെ ഉപാസിച്ച് കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു ചരട് കൊണ്ട്, അതായത് നമ്മൾ ആ പ്രാർത്ഥന നിർഭരമാക്കുന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥനയാൽ നമ്മളെ തന്നെ ഉണർത്തുന്നു എന്നുള്ള സൂചനയായിട്ട് ചുവന്ന ചരട് നമുക്കിതിന്റെ കഴുത്തു ഭാഗത്ത് ഇങ്ങനെ ചുറ്റി വെക്കാവുന്നതാണ്. ഈ ചരടിനെ മഹാമായ അല്ലെങ്കിൽ ദുർഗ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ വേറെ സങ്കല്പങ്ങളുണ്ട്, നമുക്ക് പറയാം. ഇതിങ്ങനെയാണ് ചുറ്റിവെക്കുക. ഇതിപ്പോ നമ്മുടെ കയ്യിൽ ചുവന്ന ചരടില്ല എന്ന് വിചാരിക്കാം, മഞ്ഞ ചരടും ചുറ്റാറുണ്ട് കേട്ടോ, ചുവപ്പോ മഞ്ഞ. അപ്പൊ നമ്മുടെ കയ്യിൽ അതില്ല എങ്കിൽ അലക്ക് തുണി എടുത്ത് നമ്മൾ ചെറുതായിട്ട് തിരിയായിട്ട് തെറുത്തെടുത്തിട്ട് ആ തിരി മഞ്ഞളിൽ മുക്കിയെടുത്താലും നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ചരട് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ കുങ്കുമത്തില്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഈ ചരട് ഈ കലശത്തിന്റെ വായിൽ ജലം നിറച്ചതിന് ശേഷമാണ്, ഞാനിപ്പോ ജലം നിറച്ചിട്ടില്ല, കാരണം കലശ സ്ഥാപനം ആചാരപരമായി ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതിയാവും. ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇതിൽ ജലം നിറച്ചു കഴിഞ്ഞാൽ ഈ കലശത്തിൽ ഈ ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കുക. ഇത് മഹാമായ സാന്നിധ്യം അഥവാ ദുർഗാദേവിയുടെ സാന്നിധ്യം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ നമ്മളാകുന്ന കലശത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജന്മമാകുന്ന കലശത്തിലേക്ക് ഭഗവതിയുടെ സാന്നിധ്യത്തെ നമുക്ക് കവചമാകുന്ന രീതിയിൽ, നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആകുന്ന രീതിയിൽ നമ്മൾ
ചുറ്റിക്കെട്ടാൻ ചെയ്യും. ഇതിനെ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കലശങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കലശം കുംഭാഭിഷേകമൊക്കെ നടക്കുമ്പോൾ ആ നൂല്, വെളുത്ത നൂലും മഞ്ഞ നൂലും ഒക്കെ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത്. അതിന് ആ ഒരു തന്ത്രപരമായിട്ടുള്ള പല വശങ്ങളുമുണ്ട്. നമ്മൾ നവരാത്രി കലശം വെക്കുമ്പോൾ ഇതാണ് മഹാമായ അല്ലെങ്കിൽ ദുർഗാ സങ്കല്പത്തിൽ ഇങ്ങനെ ഒരു ചരടാണ് ഈ കലശത്തിൽ സ്ഥാപിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ജലം വെച്ചു, കലശം വെച്ചു, കലശത്തിൽ ചരട് കെട്ടിക്കഴിഞ്ഞാൽ 5 മാവിലകളാണ് നമ്മൾ എടുക്കുക. ഈ 5 മാവിലകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുക. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരവും പ്രപഞ്ചവും ഒക്കെ. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതിനെ 5നെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 5 മാവിലകൾ നമ്മൾ ഇതിന്റെ കഴുത്തിലേക്ക് ഇറക്കി വെച്ച് ഇതിനെ ഇങ്ങനെ വിടർത്തി അലങ്കരിക്കുകയാണ് ചെയ്യുക. നന്നായിട്ട് വിടർത്തി അലങ്കരിക്കുകയാണ് ചെയ്യുക. അതിങ്ങനെ വിടർത്തി വെക്കും, 5 വശങ്ങളിലേക്ക് വിടർത്തി വെക്കും. അത് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ്. പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് 5 മാവിലകൾ. ഇത് ആചാരപരമായി ചെയ്യുന്നെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം 5 മാവിലകളാണ് വെക്കുക. അത് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ, നമ്മളിലെ പൃഥ്വീഭാവത്തെ, നമ്മളുമായിട്ടുള്ള ഈ പൃഥ്വിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ആ വേര്, നമ്മുടെ റൂട്ട് എത്രമാത്രം സ്ട്രോങ് ആകുന്നു, അത്രമാത്രം നമ്മുടെ ജന്മം, നമ്മുടെ തിരിച്ചറിവുകൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഉള്ളതാകും. ഇനി ജലം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ് പ്രധാനം ചെയ്യുന്നത്. ആരോഗ്യമുള്ള മനസ്സിലെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ഇത്തരം നല്ല ചിന്തകൾ കടന്നു വരുന്നു. അപ്പൊ അത് ജലം. ഇനി അഗ്നി എന്ന് പറയുന്നത് നമ്മളിലെ ഭക്തിയാണ്, നമ്മളിലെ പ്രവർത്തിക്കാനുള്ള ഒരു എന്താ പറയുക ക്രിയാശക്തി. നമ്മളിൽ എന്ത് പ്രവർത്തിക്കണമെങ്കിലും നമ്മൾ മടിപിടിച്ചിരുന്നാൽ നമുക്ക് ഒരു തോന്നലുകളാകുന്ന അഗ്നി വേണം നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ. എപ്പോഴും ഒരു ക്രിയാശക്തിയിലിരിക്കാൻ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ ഭഗവതിയെ ഉപാസിക്കുമ്പോൾ അതിൽ ആ അഗ്നിഭാവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ വരുമ്പോൾ വായു അറിയാലോ, നമുക്ക് ജീവനെ നിലനിർത്തുന്നത്, നമ്മളിലേക്ക് എല്ലാ തരത്തിലുള്ള ഊർജത്തെയും ഓംകാരത്തെയും നാദബ്രഹ്മത്തെയും കുടിയിരുത്തുന്നത് വായുവാണ്. അപ്പോൾ ആ വായുവിനെ സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രാധാന്യത്തെ അല്ലെങ്കിൽ പ്രത്യേകതകളെ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ ആകാശം. സർവ്വതും നമ്മൾ സമർപ്പിക്കുന്നത് അനന്തമായ ഒന്നിലേക്കാണ്. ഒരിക്കലും നമുക്ക് അളക്കാനാകാത്തത് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനാകാത്തത്, വിശദീകരിച്ച് തീർക്കാനാകാത്ത ഒന്നിലേക്കാണ് ഇതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പൊ അത് ആകാശം. അപ്പൊ ആ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 5 മാവിതളുകൾ അല്ലെങ്കിൽ എന്താണ് മാവിന്റെ മാവില വെക്കുന്നത്. ഇതളുകളല്ല, മാവിന്റെ ഇലകൾ വെക്കുന്നത്. ഈ മാവ് എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനത്തിന്റെ പ്രധാന ഒരു ഭാഗമായിട്ട് പറയാറുണ്ട്. പാർവതീ ദേവി മഹാദേവനെ തപസ്സിരുന്നത് ഒറ്റമാവിൻ ചുവട്ടിലാണ് എന്ന സങ്കല്പവുമായിട്ട് നമുക്ക് കാഞ്ചീപുരത്ത് ഒരു ഏകാമ്രനാഥ ക്ഷേത്രമുണ്ട്. അവിടെ ഒറ്റമാവിൻ ചുവട്ടിൽ ഒരൊറ്റ തടിയോടുകൂടി നിൽക്കുന്ന മാവിൽ 4 ശാഖകൾ, ആ 4 ശാഖകൾ 4 വേദങ്ങളാണെന്നും ആ 4 ശാഖകളിൽ ഉണ്ടാകുന്ന മാമ്പഴങ്ങൾക്ക് 4 രുചിയാണെന്നും, ഇന്നും രുചിയാണെന്നുമല്ല, രുചിയാണ്. അതേ സങ്കല്പത്തിൽ നമുക്ക് കാഞ്ചീപുരത്തെ ഏകാമ്രനാഥ ക്ഷേത്രത്തിൽ ആ ഒരൊറ്റ മാവ് കാണും. അതിന് ചുവട്ടിലാണ് ശ്രീപാർവതി തപസ്സിരുന്നത് എന്നുള്ള സങ്കല്പം. അതേപോലെ തന്നെ ഒറ്റമാവ് കാണുന്നത് നമുക്ക് ഒറീസയിലാണ്. ലിംഗരാജ ക്ഷേത്രത്തിന്റെ അരികിലുള്ള പ്രദേശം ഏകാമ്രനാഥം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മാവ് എന്ന് പറയുന്നത് തപസ്സിന്റെ, ഉപാസനയുടെ ഒരു പ്രതീകമായിട്ട് കാണാറുള്ളത് കൊണ്ട് തന്നെ അതിലെ 5 ഇതളുകൾ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടും സർവ്വവിധമായ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടും കരുതാറുണ്ട്. ഇനി ആ പ്രതീകത്തിലേക്കാണ് നമ്മൾ നാളികേരം വെക്കുക. നാളികേരം വെക്കുക വെച്ചാൽ നാളികേരം കൂമ്പുള്ള നാളികേരമാണ്. ഇങ്ങനെ കൂമ്പ് വരുന്ന നാളികേരം ഉണ്ടല്ലോ, നമ്മൾ പൊതിച്ചെടുത്ത നാളികേരം നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കണ്ണ് കാണുന്ന രീതിയിലായിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ അതിന്റെ ഏറ്റവും മുകളറ്റത്തെ കൂമ്പ് മാറ്റാതെയുള്ള നാളികേരം, അതിന്റെ ഒരു ചിത്രം കാണിക്കാൻ പറ്റിയാൽ ആ നാളികേരത്തിന്റെ ചിത്രം, ആ നാളികേരം ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. ആ നാളികേരത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ എത്രമാത്രം കലാകാരാണ് എന്നുള്ളതിനനുസരിച്ച് അതിനുള്ളിൽ അലങ്കാരങ്ങളെല്ലാം ചെയ്യാം. ആ നാളികേരത്തിൽ മുഖം കൊടുക്കാനാണ്. ഇങ്ങനെയാണ് നാളികേരം എടുക്കുക. നിങ്ങൾക്ക് ചിത്രം കാണാനാണല്ലോ. ആ നാളികേരം അങ്ങനെ അതിന്റെ ശിരസ്സോടുകൂടി എടുക്കാം. ഈ നാളികേരം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ കോൺഷ്യസ്നെസ് ആണ് എന്നും പറയും. നമ്മളുടെ തന്നെ ശിരസ്, നമ്മളുടെ എന്താ പറയാ നമ്മളുടെ എല്ലാ അറിവിന്റെയും നിറകുടമായി നമ്മൾ കരുതുന്ന നമ്മളുടെ ശിരസ്. ആ ശിരസിനെയാണ് ഈ നാളികേരം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ നാളികേരം ശരിക്കും എങ്ങനെയാണ്? വലിയ കട്ടിയുള്ള തൊണ്ടോട് കൂടിയിട്ടാണ്. അപ്പൊ ആ തൊണ്ടൊക്കെ പറിച്ചു കളഞ്ഞിട്ട്, എന്നാൽ ആ തൊണ്ടിന്റെ ബാക്കി ഒരു അംശം അതിൽ നിർത്തിക്കൊണ്ടാണ് ആ നാളികേരം നമ്മൾ വെക്കുന്നതെന്ന് പറയുമ്പോൾ, ഈ തൊണ്ടൊക്കെ പറിച്ചു കളയണ എന്തിനാണെന്നറിയോ? നമ്മളിലെ അഹന്ത, അഹംഭാവം, ഈഗോ, ഇതെല്ലാം നമ്മൾ കളഞ്ഞിട്ടോ പരബ്രഹ്മത്തിലേക്ക് നമുക്കൊരു കണക്ഷൻ, നമ്മളുടെ നെറുകയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി പ്യുവർ കോൺഷ്യസ്നെസ് അഥവാ ശുദ്ധവിദ്യയിലേക്ക് നമുക്ക് ഒരു
ഒരു പ്രതീക്ഷയുണ്ട് ഇതിലൂടെ, ഈ എല്ലാ പ്രവർത്തികളിലൂടെയും നമുക്കൊരു വഴിയുണ്ട് എന്ന സൂചനയാണ് ആ നാളികേരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശുദ്ധബോധത്തെയും ഈ നാളികേരം പ്രതിനിധീകരിക്കുന്നുണ്ട്, ശിരസിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ആ ശിരസ് അത് ഒരു കുടത്തിന് മുകളിൽ സ്ഥാപിക്കും. അത് നമ്മുടെ കയ്യിൽ ചിത്രേന്റെ ആ കുടത്തിന് മുകളിൽ എങ്ങനെയാണ് ഈ അലങ്കാരങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ആ കുടത്തിന് മുകളിൽ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, ഇത് കലശ സ്ഥാപനം എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നാളെ രാവിലെ 6:15 കഴിഞ്ഞാൽ നമുക്ക് കലശ സ്ഥാപനം ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ കലശമെടുത്ത് അതിൽ ജലം നിറച്ച് അതിൽ മാവില കൊണ്ട് അലങ്കരിച്ചിട്ട് നാളികേരം അതിന് മുകളിൽ വെക്കാം. ഇനിയിപ്പം നമ്മളുടെ കഴിവ് പോലെ ഇങ്ങനെ അലങ്കാരങ്ങളും കൊടുക്കാം. നാളികേരത്തിന് മഞ്ഞളൊക്കെ പുരട്ടി നന്നായിട്ട് അലങ്കരിച്ചിട്ട് കുങ്കുമം കൊണ്ട് കുറി കൊടുത്തിരിക്കുകയാണ്. ഇനി മനോഹരമായിട്ട് കണ്ണൊക്കെ വരയ്ക്കുന്നവരുണ്ട്, മനോഹരമായിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നാളികേരം വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൽ ഇതുപോലെ ഭഗവതിയുടെ മുഖം ചാർത്തുന്നവരുമുണ്ട്. ഭഗവതിയുടെ, ലക്ഷ്മി ദേവിയുടെ മുഖം, അല്ലെങ്കിൽ ഭഗവതി, ഏത് ഭഗവതിയായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ആദ്യ പരാശക്തിയായിട്ട് കരുതി ഇത്തരത്തിൽ മുഖം നേരെ ആ നാളികേരത്തിന് മുന്നിൽ ചാർത്തി ആ കലശത്തിലേക്ക് വെക്കുമ്പോൾ ഭഗവതിയായി, ലക്ഷ്മിയായി അത് മാറുന്നു എന്നുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്. ആ കലശം വളരെ മനോഹരമായിട്ട് അലങ്കരിക്കുന്നവരുണ്ട് കേട്ടോ. അതിലും നമ്മുടെ കയ്യിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ച് സർവാഭരണ വിഭൂഷിതയായി ഭഗവതിയായി തന്നെ ഇതൊക്കെ അലങ്കരിക്കുന്നത്. ഇത് കലശം, മറ്റൊരു തരത്തിലും കലശത്തെ എടുക്കാന്നുള്ളതിന്റെ സൂചനയാണ്. ഞാൻ കാണിച്ച കലശമല്ലാതെയുള്ള ഒരു നമുക്ക് എന്താ പറയുക, ചെമ്പ് കുടങ്ങൾ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ മൺകുടങ്ങളും എടുക്കുന്നവരുണ്ട്. മൺകുടങ്ങളിൽ നല്ല മനോഹരമായിട്ട് പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് അതിനെ നല്ല അലങ്കരിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. നല്ല രസകരമായിട്ട് അലങ്കരിച്ചിട്ട് കലശം വെക്കാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ കുടത്തിൽ തന്നെ ഇങ്ങനെ കുറച്ച് വലിപ്പമുള്ള കൂടത്തിൽ നാളികേരമൊക്കെ വെച്ചതിന് ശേഷം അതിനെ ഭഗവതിയായിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട്, അതൊരു കല തന്നെയാണ്. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മനോഹരമായിട്ട് അത് ചെയ്യുന്നത്. നവരാത്രി കാലത്ത് അതൊരു ഉപാസനയായിട്ട്, അതൊരു അത്രയും വഴിപാടായിട്ട് ചെയ്യുന്നവരുണ്ട്. മനോഹരമായിട്ട് ഭഗവതിയുടെ രൂപങ്ങൾ അലങ്കരിച്ച് അത് ലക്ഷ്മിയായിട്ട്, ആഭരണ വിഭൂഷിതയായിട്ട് ഭഗവതിയെ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ഒരു നവരാത്രി കാലം അത്തരത്തിൽ കലശങ്ങളൊക്കെ വെച്ച് നമുക്ക് ഭഗവതിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ച്, അത് മധ്യത്തിൽ എവിടെയാണോ നമ്മൾ പൂജ തലമൊരുക്കുന്നത്, പൂജയ്ക്ക് വേണ്ടിയിട്ട് തലമൊരുക്കുന്നത്, വിഗ്രഹങ്ങളൊക്കെ അടുക്കി വെക്കുന്നത്, തട്ടുകളായിട്ടാണ് സാധാരണ ബൊമ്മക്കുലു ഒരുക്കാറുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ പൂജാമുറിയിൽ ചെയ്താൽ മതി, ഇത്തരത്തിലൊരു കലശം വെച്ചാൽ മതിയെങ്കിൽ ആ കലശം വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ദേവതാമൂർത്തികളുടെ രൂപങ്ങളോ ചിത്രങ്ങളോ ഒക്കെ അതിന് ചുറ്റുമായിട്ട് നിരത്തി വെക്കുക. സാധാരണ കലശം വെക്കുന്നതിന്റെ വലതു ഭാഗത്തായിട്ട് ഗണപതിയെ വെക്കും. ഗണപതി, അതായത് ഗണപതി ഇരിക്കുന്നതിന്റെ ഇടതു ഭാഗത്തായിട്ട് വരണം കലശം എന്നുള്ള രീതിയിൽ, അതൊരു ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ഗണപതിയെ വെക്കും. അടുത്ത വശത്ത് നമ്മൾ ഗുരുവിനെയും സങ്കല്പിക്കും. കലശത്തിന്റെ ഇടതുഭാഗത്ത് നമ്മൾ ഗണപതിയുടെ ഇടതുഭാഗത്ത് നമ്മൾ കലശം വെക്കും. കലശത്തിന്റെ മറുഭാഗത്തായിട്ട് നമ്മൾ ഗുരു സങ്കല്പത്തില് ഒരു സാന്നിധ്യത്തെ, അത് മഹാദേവനായിട്ട് നമ്മൾ ഗുരു സാന്നിധ്യത്തെ നമ്മൾ അവിടെ സങ്കല്പിക്കും. പിന്നെ നമുക്കിഷ്ടമുള്ള വിഗ്രഹങ്ങളെല്ലാം നമുക്ക് അറിയുന്ന, നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അഗ്രഹാരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഉള്ള ഈ കൊലുവൊരുക്കൽ കാണാം. അവരുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ അവിടെ ഉപയോഗിക്കുന്ന, ചിലപ്പോൾ ഒരു മെട്രോ തന്നെ അവർ തയ്യാറാക്കുന്നത്, ഒരു റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി, എന്തൊക്കെ നമുക്ക് ഭാവനയിലൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരുക്കി കലശം എന്ന് പറയുന്നത് നമ്മളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന കലയെ ഉണർത്തും. നവരാത്രി കാലം തന്നെ അതാണ്, നമ്മളിൽ കിടക്കുന്ന കലകളെ എല്ലാം ഉണർത്തിയെടുക്കുക. നമ്മളെ ഭാവന ലോലുപരായിട്ടുള്ള സരസ്വതി ഉണർന്ന് ആ വീണ വായിക്കുന്ന സരസ്വതിയുടെ വീണാനാദങ്ങളായി നമ്മൾ ആ തന്തികളിൽ ഓരോ നാദമായി നമ്മൾ ഉണരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനാണ് നവരാത്രി കാലം എത്തുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാം, നമുക്ക് എന്തൊക്കെ കലകളുണ്ടോ അതെല്ലാം ഉണർത്തിക്കൊണ്ടുവരുന്ന കാലമായതുകൊണ്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ആ ബൊമ്മക്കൊലുവിൽ അലങ്കരിക്കുക. അതിങ്ങനെ നിഷ്ഠകൾ അങ്ങനെ രീതികളൊന്നുമില്ല. ഈ കലശം മാത്രമാണ് പ്രധാനമായിട്ട് ഒരു ആചാരമായിട്ട് വെക്കുക. ബാക്കി പിന്നെ എന്ത് വേണമെങ്കിലും അതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അലങ്കരിക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ കലശം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇനി ഈ കലശം എന്തുകൊണ്ടാണ് ഇനിയിപ്പോ നമ്മൾ മനസ്സിലാണ് ഈ കലശം വെക്കുന്നത്, ഈ കലശം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ കലശം വെക്കുമ്പോഴുണ്ടല്ലോ, ഇതിപ്പോ ഇതെല്ലാം ചെയ്തല്ലോ, കലശത്തിൽ ഗംഗാജലം നിറച്ചു, അതിനെ തീർത്ഥമാക്കി, അതിൽ നമ്മൾ ചുവന്ന ചരട് കൊണ്ട് ബന്ധിച്ചു, ആ ചുവന്ന ചരടിന് മുകളിൽ നമ്മൾ മാവിലകൾ കൊണ്ട് അലങ്കരിച്ചു, അതിന് മുകളിൽ നാളികേരം വെച്ചു, നാളികേരത്തിന് മുഖം വരയ്ക്കുകയോ അല്ലെങ്കിൽ നാളികേരത്തെ മറ്റുള്ള അലങ്കാരങ്ങൾ ചാർത്തുകയോ ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കലശം സ്ഥാപിക്കുന്ന സ്ഥലത്ത് ആദ്യം കുറച്ച് അരി ഇടണം. അരി ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ആ അരിക്ക് മുകളിലാണ് ഈ കലശം വെക്കല്. അതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെയാണ് ആചാരപരമായിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും. ഈ വെക്കുന്ന അരി ഉണ്ടല്ലോ, ഈ അരി എന്ന് പറയുന്നത് നമ്മളുടെ പൃഥ്വീഭാവം, അതായത് മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന നെൽവിത്തുകളാണ് അരിയായി മാറുന്നത്. എന്ത് ധാന്യങ്ങളാണെങ്കിലും മണ്ണിൽ നിന്നാണ് മുളച്ചു വരുന്നത്. അപ്പൊ മണ്ണ് എന്നുള്ളതിന്റെ പ്രതീകമാണ് ഈ പറയുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ
കുറച്ച് അരി അവിടെ വെക്കുമ്പോഴേക്കും നമുക്ക് ആ പൃഥ്വീഭാവത്തെയാണ് നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ പറ്റുന്നത്. ഈ കലശം, ജലത്തോടു കൂടി ഈ കലശം വെക്കുമ്പോൾ ആ പൃഥ്വീഭാവത്തിന് ജലതത്വം. പൃഥ്വി എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രയാണ്. അതുപോലെ തന്നെ ജലം എന്ന് പറയുന്നത് നമ്മുടെ സ്വാ അധിഷ്ഠാന ചക്രയാണ്. ആ സ്വാ അധിഷ്ഠാന ചക്രമാണ് ഈ കലശം സ്വരൂപത്തിൽ ജലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഭൂമി തത്വം, ജലതത്വം, അതിനു മുകളിൽ നമ്മൾ ഈ ഇത് ബന്ധിക്കുന്നതോടുകൂടി ത്രിപുരസുന്ദരിയുടെ ചിന്താമണി ദ്വീപമായി നിൽക്കുന്ന മണിപൂരത്തിലേക്ക്, അഗ്നി സാന്നിധ്യങ്ങളിലേക്ക് നമുക്ക് ഉണർവുണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ മാവിലകൾ വെക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചഭൂതങ്ങളാണെന്ന്, പക്ഷെ മാവില വെക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഒരു പ്രത്യേകമായ തെളിഞ്ഞ പച്ച നിറമാണ് മാവിലയ്ക്ക്. ആ മാവില ഒരു എന്താണ് പറയാ, തളിരിലയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ മാവിലയ്ക്കൊരു തെളിഞ്ഞ പച്ച നിറമാണ്. ഈ പച്ച നിറം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദിപത്മമായ അനാഹതയുടെ നിറമാണ്. അനാഹത നമ്മളിൽ ഉണർന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആധ്യാത്മികമായ ചൈതന്യങ്ങളിലേക്ക്, സഹസ്രാരത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തിന് കൂടുതൽ ഊർജം ലഭിക്കുക. ഈ അനാഹത അഥവാ ഹൃദിപത്മത്തിന്റെ നിറം പച്ചയായതുകൊണ്ട് നമ്മളുടെ അനാഹതയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് നാളികേരത്തിന്റെ ഏറ്റവും ബേസ് നമ്മുടെ വിശുദ്ധിയെ, അവിടെ നിന്ന് ആജ്ഞാചക്രത്തിനെ, ആജ്ഞാചക്രത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക്. അപ്പം നമ്മളിലെ ആ സപ്തചക്രങ്ങളും ഉണർന്ന് നമ്മളിലേക്കൊരു സാധനാ ഗുണം വരുന്നതിന്റെ കാലം കൂടിയാണ് നവരാത്രി കാലം. കാലം കൂടിയാണെന്നല്ല, അതാണ് കാലം. നമ്മളുടെ ഉള്ളിലെ, നമ്മളുടെ ആത്മശക്തിയെ, നമ്മളുടെ ആ ഇന്നർ സെൽഫിനെ ഉണർത്തേണ്ട കാലമാണ് നവരാത്രി. പുറത്ത് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും, എന്തൊക്കെ ആചാരങ്ങൾ, എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ കാണിച്ചാലും, ഉള്ളിൽ നമ്മൾ എന്ത്, വ്രതം അനുഷ്ഠിക്കുമ്പോൾ, 9 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഓരോരോ ഗുണങ്ങളായിട്ട് കളയണം എന്നാണ്. ആദ്യത്തെ ദിവസം നമ്മൾ കളയേണ്ടത് നമ്മുടെ ദേഷ്യമാണ് നമ്മൾ കളയേണ്ടത്. നമ്മുടെ ദേഷ്യം കളയുന്നതാണ് വ്രതം. നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ ദേഷ്യം ഉപേക്ഷിക്കുന്നത് ആണ് വ്രതനിഷ്ഠയിലെ ആദ്യത്തെ കാര്യം. അതുമാത്രമല്ല, നമ്മൾ വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃത് ശേഖരാം വൃക്ഷാരൂഢം ശൂലധാരം ശൈലപുത്രി യശസ്വിനിയും എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ശൈലപുത്രിയാണ് ആദ്യത്തെ നാളിൽ, നവദുർഗകളിൽ ആദ്യത്തെ നാളിൽ ഉപാസിക്കുന്നത്. ശൈലപുത്രി, പർവ്വതത്തിന്റെ പുത്രിയായിട്ട് പാർവതി ജനിച്ചത് എന്തുകൊണ്ടാവും? പർവ്വതത്തെ ആർക്കും ചലിപ്പിക്കാൻ പറ്റില്ല, ആർക്കും അനക്കാനോ മാറ്റാനോ പറ്റില്ല, ആർക്കും ഉണ്ടാക്കാനും പറ്റില്ല. അചലമായി നിൽക്കുന്നതാണ് പർവ്വതം. അപ്പോൾ ആ പർവ്വതത്തിൽ നിന്ന് ജനിക്കുന്നത്, നമ്മളിലെ ഭക്തി എന്ന് പറയുന്നത് നമ്മളിൽ അചലമായി നിൽക്കുന്ന പർവ്വതത്തിൽ നിന്ന്, അചലമായി ആരാലും ചലിപ്പിക്കാനാകാതെ നിൽക്കുന്ന ശക്തിയിൽ നിന്നായിരിക്കണം നമ്മളുടെ ഭക്തി ഉണ്ടാകേണ്ടത് എന്നർത്ഥം. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം നമ്മൾ ശൈലപുത്രിയെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഉപാസന നടത്തുന്നു, പ്രാർത്ഥന നടത്തുന്നു, വേറെ ആരെങ്കിലും വന്നിട്ട് അയ്യോ ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, നിങ്ങൾ കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പാടില്ല കേട്ടോ, കൃഷ്ണനെ ഓടക്കുഴലോടുകൂടി വെക്കാൻ പാടില്ല കേട്ടോ, ഭദ്രകാളിയെ വെക്കാൻ പാടില്ല കേട്ടോ, നരസിംഹമൂർത്തിയെ വെക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഭയക്കുന്ന, അപ്പൊ തന്നെ ഭയന്ന, ആകപ്പാട് അസ്വസ്ഥതയിലാകുന്ന ഭക്തിയാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ അത് ശൈലപുത്രി ഭാവമല്ല, നിങ്ങളിൽ ചലിക്കുന്ന ഭക്തിയാണുള്ളത്. അചലമായിരിക്കണം. നമ്മൾ ഏത് മൂർത്തിയാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഏകമായ ആ പരബ്രഹ്മത്തിലാണെങ്കിലും എന്തിലാണോ അതിൽ അടിയുറച്ചു നിൽക്കുക, അചലമായിട്ട് പർവ്വതം പോലെ നിൽക്കുക. ആ പർവ്വതത്തിൽ നിന്ന് ഉണ്ടായി വന്നു പുത്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മകൻ എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നും ഉണ്ടായി വന്നത് അല്ലെ, പർവ്വതത്തിൽ നിന്ന് ഉണ്ടായി വന്ന ആ പുത്ര സ്വരൂപത്തെ അല്ലെങ്കിൽ പുത്രീഭാവത്തെ ശക്തിയായി നമ്മൾ സ്വീകരിക്കുക. അതാണ് ആദ്യത്തെ ദിവസം നമ്മൾ ശൈലപുത്രിയെ വന്ദിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ നാളെ നമ്മൾ കലശം, നിങ്ങൾക്ക് കലശമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആചാരപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തല്ല, ഈ പറയുന്ന ഒരു സാധനവും നമുക്ക് ലഭ്യമല്ല എന്ന് വിചാരിക്കുക. ഒന്നും വേണ്ട. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കുളിച്ച് ശുദ്ധമായി 6:15 നമ്മുടെ പൂജാമുറിയിൽ വന്നിരിക്കുക. എന്നിട്ട് പൂജാമുറിയിൽ നമ്മൾ വൃത്തിയായി, പൂജാമുറി ഇല്ലെന്ന് വിചാരിക്കുക, ഇനി പൂജാമുറിയേ ഇല്ല, നമ്മൾ ശുദ്ധമായി നമ്മളൊരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് വന്നിരുന്ന് നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യാം, നമ്മളും നമ്മുടെ പൃഥ്വിയുമായിട്ടുള്ള ബന്ധം, നമ്മളുടെ ജലതത്വം, നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ 72% ജലത്തിന്റെ ആ പ്യൂരിഫിക്കേഷൻ, നമ്മളെ തന്നെ ആ കലശമാക്കുക. നമ്മൾ ഇരിക്കുന്ന പ്രദേശം ആ പൃഥ്വി, അതിലേക്ക് നമ്മളാകുന്ന കലശത്തെ സ്ഥാപിക്കുക. നമ്മളുടെ സ്വാധിഷ്ഠാന ചക്ര, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, ചിന്തകളുടെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം, അതിനെ തന്നെ വെക്കുക. അതിലേക്ക് നമ്മളുടെ അചലമായ ഭക്തിയുടെ ദീപത്തെ അകത്ത് തെളിയിക്കുക. അഗ്നിയാണ് മണിപൂര ചക്ര, ആ ദീപത്തെ തെളിയിക്കുക. എന്നിട്ട് ഹൃദയം വിശാലമാക്കുക. നമ്മുടെ അനാഹത ഹൃദയത്തെ വിശാലമായിട്ട് എന്തിനേയും ഉൾക്കൊള്ളുവാനാകുന്ന നന്മ തിന്മകളെ വേർതിരിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ പോലും, ആ വിവേചന ബുദ്ധി ഉണ്ടെങ്കിൽ പോലും, എല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ്, ഞാനെന്ന ഒന്നില്ല, എല്ലാം പ്രപഞ്ചമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ അനാഹതയെ ഉണർത്തി സ്നേഹിക്കാനാകുന്ന ഭാവത്തിലേക്ക് നമ്മൾ വന്ന്
അവിടെ നിന്ന് നമ്മുടെ കണ്ഠത്തിലൂടെ നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത് അമൃതായി മാറുന്ന ആ വിശുദ്ധിയുടെ ഉണർവിലൂടെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ തിരുനെറ്റിയിൽ ആ ചൈതന്യത്തെ അറിഞ്ഞ് നമ്മള് പരമമായ ആനന്ദത്തെ ഉൾക്കൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ണുകൾ അടച്ചിരുന്നാൽ മതി. ഈ പറഞ്ഞ കലശത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിറച്ചു വെച്ചാൽ അതുണ്ടാക്കുന്ന അനുഭൂതി വ്യത്യസ്തമായിരിക്കും. പറഞ്ഞത് മനസ്സിലായില്ലേ? 6:15 കഴിയുമ്പോൾ കുളിച്ച് ശുദ്ധമായ ഒരിടത്ത് വന്നിരുന്ന് സ്വസ്ഥമായിട്ട് മനസ്സിനെ വെച്ച് നമ്മളും ഭൂമിയുമായിട്ടുള്ള, നമ്മൾ ഇരിക്കുന്ന ആ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ, നമ്മളെന്ന് പറയുന്നത് ഒരു മരമാണ്, വേരുകൾ ആഴത്തിലുള്ള മരമാണെന്ന് വിചാരിച്ച് കണ്ണുകൾ അടച്ചവിടെ ഇരിക്കുക. നമ്മളിലെ ആ ആരോഗ്യം, നമ്മളിലെ രക്തത്തിന്റെ ഓട്ടം, നമ്മളിലെ എല്ലാ തരത്തിലുള്ള ഉണർവുകളും ആ 72% ജലതത്വമാണ്. നമ്മളിൽ ഗംഗയും യമുനയും മനസരസ്സും എല്ലാം ഉണ്ട് എന്നറിഞ്ഞ് ആ ജലതത്വങ്ങളെല്ലാം പരിശുദ്ധമായിരുന്ന ഭാവത്തെ അറിഞ്ഞുകൊണ്ട് നമ്മളിലെ ഭക്തിയിലെ ദീപത്തെ തെളിയിച്ച് അകത്ത് ദീപം തെളിയിച്ചാൽ മതി. പുറത്ത് നമ്മൾ ഒരുപക്ഷെ 1000 ദീപങ്ങൾ തെളിയിക്കുന്നതിന്റെ ഗുണം കിട്ടും, അതിനേക്കാൾ 10 മടങ്ങ് ഗുണം കിട്ടും അകത്തൊരു ദീപം തെളിയിച്ചാൽ. ആ അകത്തൊരു ദീപം തെളിയിച്ച് നമ്മളുടെ ഹൃദയത്തെ ഇങ്ങനെ വിശാലമാക്കി നാമജപങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മുടെ കണ്ഠത്തെ നമ്മൾ കേൾക്കുന്നതൊക്കെയും മന്ത്രമാക്കി നമ്മൾ നടത്തുന്ന ഒരു ഉപാസന ആയിക്കൊള്ളട്ടെ നവരാത്രിയുടെ ഉപാസന. അപ്പൊ അതിന് നമുക്ക് ഇതൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ കലശം സ്ഥാപിക്കണമെന്ന്, ഇത് കേട്ടപ്പോൾ കലശം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന്റെ വസ്തുക്കളെല്ലാം കൈകളിൽ ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, ഇല്ല എങ്കിൽ ഇതുപോലെ ചെയ്തോളൂ. നാളെ രാവിലെ 6:15 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 6:20 നിങ്ങൾ തുടങ്ങണം. ഒരു 6:45, 7:45, 7:50 ആകുമ്പോൾ പൂർത്തിയാകുന്ന രീതിയിൽ ഉപാസന നടത്താം. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു 5 മിനിറ്റേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ അത്ര ഒരു ബിസി സ്കെഡ്യൂളിലാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 5 മിനിറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ശൈലപുത്രി എന്ന ആ ഭഗവതിയുടെ ആ അചലമായ ശക്തി സ്വീകരിക്കുക. ചലിക്കുന്നതല്ല ഇത്, അചലമാണ്. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചാൽ നമുക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് ഒന്നും പോകാതെ തന്നെ നമ്മളുടെ ഉള്ളിലെ നന്മകളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഊർജത്തെയും ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാ തരത്തിലും ഈ ആചാരങ്ങൾക്കെല്ലാം പിന്നിൽ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന ഭാരതീയമായ എല്ലാ ആചാരങ്ങളിലും, അത് നവരാത്രിയിലും വിഷുവിലും ഓണത്തിലും ദസറയിലും പൂജയിലും എല്ലാ കാലത്തും ഹോളിയിലും എല്ലാം ഈ പറയുന്ന ഓരോ കാലത്തിനെയും സമീപിക്കുവാൻ വേണ്ടുന്ന ഊർജത്തെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് വെറും ആചാരങ്ങളായിട്ട് ചെയ്യാതിരിക്കുക, അതിൻ്റെ അന്തസത്തകളെ അറിഞ്ഞുകൊണ്ട് നമ്മളത് അനുഭവിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നവരാത്രി കാലം പരിപൂർണമായ ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പൊ അതിനുള്ളതായിരിക്കട്ടെ നാളത്തെ പ്രഭാതം. നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ഈ പറഞ്ഞ സമയത്ത് ഇത്തരത്തിലൊരു കലശ സ്ഥാപനം മനസ്സിൽ നടത്തുന്നുവെങ്കിൽ അതിൽ ഭഗവതിമാരെല്ലാം വന്ന് നിറഞ്ഞു നിന്നോട്ടോ. നമുക്കൊന്നുമില്ല, ഒരു വിളക്ക് പോലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വരുന്ന നവരാത്രിയുടെ എല്ലാ ദിവസവും ഉപാസന നടത്താം, പ്രാർത്ഥന നടത്താം, ശക്തി ചൈതന്യങ്ങളെ ഉള്ളിലറിയാം. അപ്പൊ നാളെ നമ്മൾ വ്രതമെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ദേഷ്യം എന്നുള്ള ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക. ആദ്യത്തെ ദിവസം നമ്മൾ ഉപേക്ഷിക്കുന്നത് ദേഷ്യം, രണ്ടാമത് നമ്മൾ സ്വീകരിക്കുന്നത് ഞാൻ എന്തിലാണോ അനുഭവിക്കുന്നത്, ഞാൻ എന്ത് വിശ്വാസത്തിലേക്കാണോ അല്ലെങ്കിൽ എന്ത് ശക്തിയാണോ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നത് അതിൽ ഞാൻ അചലമായിട്ട് നിൽക്കും, ചലിക്കില്ല, അചലമായിട്ട് നിൽക്കും എന്ന് ഉള്ള ആ കോൺഫിഡൻസ്, അതാണ് ശൈലപുത്രി. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ട കോൺഫിഡൻസിനെയാണ് നമ്മൾ ശൈലപുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പാർവതീ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ആ ശൈലപുത്രി വീണ്ടും വീണ്ടും നമ്മളിൽ ജനിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ നവരാത്രിയെ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം ചെയ്യാനാകുന്നത്, ഇത് പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു നമ്മളുടെ ആധ്യാത്മികമായ അന്തരാത്മാവിന്റെ ഉണർവ് തന്നെയാണ് നവരാത്രി. എന്നാൽ ഇത് പ്രകൃതിയും ആഘോഷിക്കുന്നുണ്ട്. നവരാത്രി കാലം പ്രകൃതിയുടെ ആഘോഷമാണ്. പ്രകൃതിയുടെ ആഘോഷം, ഫെർട്ടിലിറ്റി എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു സെലിബ്രേഷൻ അല്ലെ. കാലങ്ങളിലേക്കുള്ള പ്രതീക്ഷ, കാലങ്ങളിലേക്കുള്ള സമ്പാദ്യം, കാലങ്ങളിലേക്കുള്ള ചൈതന്യം എന്ന് പറയുന്നത് ഉർവരത എന്ന മലയാളം വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു മണ്ണാണെങ്കിൽ ഫലഭൂയിഷ്ടമായിരിക്കണം, ജന്മങ്ങളാണെങ്കിൽ ഉർവരതയിലൂടെ, അതായത് നമ്മളിൽ നിന്ന് പുതുതായി ജനിക്കുന്ന ഊർജം, അത് കുട്ടികളെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിൽ നിന്ന് നല്ല ചിന്തകൾ സൃഷ്ടിക്കപ്പെടണം, നമ്മളിൽ നിന്ന് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടണം, നമ്മളിൽ നിന്ന് നല്ല മൊമെന്റ്സ് ഉണ്ടാകണം. ഈ സൃഷ്ടിക്കപ്പെടലുകളുടെ എല്ലാം കാലമാണ് നവരാത്രി. അപ്പൊ ആ നവരാത്രിയിൽ നമ്മൾ ഉർവരത അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠത എന്നതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫെർട്ടൈലാകുന്ന അവസ്ഥയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിത്തുകൾ ശേഖരിക്കുന്നത്. നവധാന്യങ്ങൾ, മണ്ണിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പറഞ്ഞല്ലോ. ഈ നവധാന്യങ്ങൾ നമ്മൾ ഈ പൂജാ തലത്തിൽ എവിടെയെങ്കിലും വെക്കുന്നത്, പൂജാമുറിയിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൂജയൊന്നും വെച്ചില്ലെങ്കിൽ പോലും ഈ കാലത്ത് നമ്മൾ നവധാന്യങ്ങൾ മുളപ്പിക്കുന്നത്, ആ മൈക്രോ ഗ്രീൻസ് അതെല്ലാം ഒന്ന് മുളപ്പിച്ച് ആ മുളകൾ
ഈ 9 ദിവസവും അത് മുളയ്ക്കുന്നത് കാണുന്നത്, അത് മുളച്ച് മുളച്ച് പൊന്തി വരുന്നത് കാണുന്നത് നമ്മളിൽ തീർച്ചയായിട്ടും മനസ്സിനെ ആർദ്രമാക്കുന്ന, നമ്മളിലെ ആ ഉർവരമായ ശക്തികളെ ഉണർത്തുന്ന, അത് സൃഷ്ടിപരതകളിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ശക്തിയെ ഉണർത്തുന്ന ഒരു എനർജി നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നവധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നെല്ല്, മുതിര, ഗോതമ്പ്, തുവര, അമര, എള്ള്, ഇങ്ങനെ ധാന്യങ്ങളാണ് നവധാന്യങ്ങൾ. ഈ നവധാന്യങ്ങൾ നമുക്ക് പൂജാ സാധനങ്ങൾ ലഭിക്കുന്ന കടകളിൽ കിട്ടും. അത് മുളപ്പിക്കാൻ സാധിക്കുന്നത് വാങ്ങിവെക്കുക. ഇനി നമുക്കിതൊന്നും വാങ്ങാൻ പറ്റില്ല, നമ്മൾ വിദേശത്താണ്, വാങ്ങാൻ പറ്റില്ലെങ്കിൽ പച്ചപ്പയറ് പോലുള്ള മുളയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. ആ മുളയ്ക്കുന്ന എന്തിനെങ്കിലും ഒന്നിനെ നമ്മൾ മുളപ്പിക്കാനായിട്ട് നാളെ സന്ധ്യാനേരത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, നവരാത്രികളിൽ രാത്രി കാലങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പൊ സന്ധ്യാനേരത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ചെറിയ ട്രേയില് ഒരു നനഞ്ഞ തുണി വിരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നനച്ചു വെക്കുക. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ വേണമെങ്കിൽ ഇതൊക്കെ വെള്ളത്തിൽ ഒന്ന് നനപ്പിച്ചിട്ട് അതൊന്ന് തുണിയിൽ കെട്ടി ഉണക്കിയെടുത്തിട്ട്, അതായത് കുതിർത്തെടുത്തിട്ട് അതിലെ വെള്ളത്തിന്റെ അംശം കളഞ്ഞിട്ട് നമ്മൾ നിരത്തി ഒരു ട്രേയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മുടെ സൗകര്യം പോലെ ഇതിനെ മുളപ്പിക്കാൻ വെക്കാം. മുളപ്പിക്കാൻ വെച്ചിട്ട് ഇത് നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് മാത്രം തുറന്നു വെക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈച്ചയോ കുറ്റിച്ചോ ഒക്കെ ആർക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ചെറിയ നെറ്റ് പോലെയോ അല്ലെങ്കിൽ ചെറിയ ഷോള്, ഹോളുള്ള ഷോള് പോലത്തെ സാധനങ്ങൾ അതിൽ വിരിച്ചിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം അത് മാറ്റി വെക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ മുളകൾ കണ്ട് അതിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് മനസ്സിലാക്കി, നമ്മളിലും അതുപോലെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഓരോ പൂജകളിലൂടെയും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇത് മുളപ്പിക്കാൻ വെക്കുക. അപ്പൊ മുളപ്പിക്കാൻ വെക്കുന്നവര് ഇത് രാവിലെ കുതിർത്തിട്ട് പിന്നെയാണ് മുളപ്പിക്കാൻ വെക്കേണ്ടത്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ അങ്ങനെ നവരാത്രിയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, നവരാത്രിയുടെ ഊർജത്തെ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ സത്സംഗം എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം 7:30 മണി മുതൽ 8:30 മണി വരെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നാണല്ലോ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാളെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾക്കും ഈശ്വരനും ഇടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ ഇതെല്ലാം പറയാൻ, നമുക്കറിയുന്ന ഭാഷയിൽ, വലിയ മന്ത്രങ്ങളുടെ പോലും ധാരണകൾ വേണമെന്നില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ തുറന്ന് അവതരിപ്പിച്ചാൽ തന്നെ അനുഗ്രഹീതമാകുന്ന ഭാവത്തിലാണ് നമ്മളുടെ ഈ പരാശക്തി നിലകൊള്ളുന്നത്. അമ്മ, പ്രത്യേകിച്ചും ഭഗവതി, സാക്ഷാൽ ലളിതാ പരമേശ്വരി, ആ അമ്മ എന്നുള്ള ഭാവം തന്നെയാണ് പൂർണ്ണമായിട്ടും ജനനീ ഭാവം. ഒന്ന് വിളിച്ചാൽ തന്നെ വേണ്ടതെല്ലാം നൽകുന്ന അമ്മ. ഈ വേണ്ടതെല്ലാം നൽകുന്നതെന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചോദിക്കും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഭഗവതി എന്നുള്ള ഭാവത്തിലും ഭഗവതി നിൽക്കാറുണ്ട്. ഈ വാശി പിടിക്കുന്ന മക്കളെ എല്ലാ തരത്തിലും വാത്സല്യത്തോടു കൂടി എന്ത് ചോദിച്ചാലും നൽകുന്ന അമ്മ എന്ന് പറയുന്ന പോലെ അമ്മ നിൽക്കാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ശക്തമായി ഉപാസിക്കേണ്ടത് ഏത് അമ്മയാണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നതിനല്ല, നമുക്ക് വേണ്ടതെന്ത് എന്നറിഞ്ഞ് നമുക്ക് നൽകുന്ന അമ്മ. അതിലേക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ അമ്മയെ തന്നെ, ഇതേ ഭഗവതിയെ തന്നെ നമ്മൾ അറിഞ്ഞ്, ഭഗവതിയുടെ തത്വം എന്ത്, ചൈതന്യം എന്തെന്ന് അറിയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതിൽ തന്നെ ക്ലാരിറ്റി വരും. നമുക്കിപ്പോൾ എന്തൊക്കെ ആവശ്യപ്പെടാനല്ല, ഓരോ ഇപ്പൊ ദേവി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആവശ്യപ്പെടാൻ പറയാൻ നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെടുന്ന ആകെ കൺഫ്യൂസ്ഡ് ആവില്ലേ. പക്ഷെ നമ്മളുടെ ഉപാസനയിലൂടെ നമുക്ക് വേണ്ടത് എന്ത് എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു മെച്യൂരിറ്റി, ഒരു പക്വത നമ്മൾക്ക് വരും. അതിലൂടെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം നൽകുന്നതിനല്ല ഭഗവതി, നമുക്ക് വേണ്ടത് എന്താണ് എന്ന് അറിഞ്ഞു നൽകുന്ന ഭഗവതി. ആ ഭഗവതിയിലേക്ക് നമ്മളെ സഞ്ചരിച്ചു തുടങ്ങും. അതാണ് നവരാത്രി കാലത്തിന്റെ വിശേഷം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാളെ രാവിലെ ഒരു 6:15, 6:30 നമ്മൾ നോക്കിയിട്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ കലശത്തെ സ്ഥാപിക്കാം. അത് പ്രത്യക്ഷത്തിൽ വേണമെങ്കിലും സ്ഥാപിക്കാം, അതായത് കലശം തന്നെ എടുത്ത് ജലം നിറച്ച് നമ്മൾ ഈ പറഞ്ഞ രീതികളിൽ, അതെല്ലാം മനസ്സിലാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിധം സ്വീകരിക്കുക. നമ്മൾ 21 ദിവസ സാധന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധന ക്ലാസ്സിലുള്ളവർക്ക് നമ്മൾ ആ സമയമാകുമ്പോൾ അതിൻ്റെ ഒരു ധ്യാനത്തിലൂടെ മനസ്സിൽ തന്നെ അതിൻ്റെ സ്ഥാപനങ്ങളെ നടത്തും. ഇതൊന്നും പ്രത്യക്ഷത്തിൽ സ്ഥാപിക്കണം എന്നില്ല. അയ്യോ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നൊന്നും വിഷമിക്കരുതേ, ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സ് മാത്രം, അകത്തൊരു ദീപത്തെ തെളിയിക്കാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ ആ മനസ്സിൽ ആ പരാശക്തി വന്ന് വസിച്ചുകൊള്ളും. ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, മഹാവിദ്യ, ഗ്രേറ്റ് നോളേജ്. ആ നോളേജാണ് നമ്മളിലേക്ക് വരേണ്ടത്. അതിൽ നമ്മൾ ആദ്യത്തെ അറിയുന്നത് നമ്മളുടെ കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക നമ്മുടെ ഈ സമയത്തെ ഉപാസിക്കുക. നമ്മളിലെ കാലത്തെ ആളുന്ന ശക്തി കാളി, ആ കാളിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നറിയുക. എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അനുനിമിഷത്തിൽ മുന്നോട്ട്
പോകേണ്ടത്. ആ അനുനിമിഷവും നമ്മൾ മുന്നോട്ട് പോകുന്ന ധാരണകളിൽ നവരാത്രിയുടെ പ്രേരണാ ചൈതന്യങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ ശൈലപുത്രി എന്ന ഭഗവതിയെ വന്ദിച്ചുകൊണ്ട്, ശൈലപുത്രി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മളിങ്ങനെ മന്ത്രങ്ങളോ ഒന്നും പറയേണ്ടതില്ല. കാരണം വെച്ചാൽ എല്ലാം അവൈലബിൾ ആണ്, വിരൽ തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാലമാണ്. പക്ഷെ അതെല്ലാം അവൈലബിൾ ആയിക്കൊള്ളട്ടെ, എന്ത് മന്ത്രം വേണമെങ്കിലും എന്ത് നിർദ്ദേശങ്ങളൊക്കെ നമ്മളിപ്പോ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഇതൊക്കെ പറയാൻ പോലും പറ്റുന്നത്. പക്ഷെ വൺസ് നമ്മൾ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത്, ആ സന്ധ്യാസമയത്ത് 6 മണി മുതൽ ഒരു 7 മണി വരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത്, അതിപ്പോ സന്ധ്യാസമയം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോഴാണോ ആ ബ്രഹ്മത്തെ ഉണർത്തുവാനുള്ള ഒരു പ്രേരണാശക്തി ഉണ്ടാകുന്നത്, ആ സമയത്ത് നമ്മൾ കണ്ണുകൾ അടച്ച് ഇരിക്കുക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നമ്മളൊരു ചായയെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം. ചായയോ കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. വെള്ളം കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ബാക്കി എന്ത് ഭക്ഷണത്തിൽ നിന്നും ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ചായ പോലുള്ള എന്തെങ്കിലും പാനീയങ്ങളാണെങ്കിൽ പോലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണുകൾ അടച്ച് ശുദ്ധമായ രീതിയിൽ ഒരിടത്തിരുന്ന് നമ്മൾ മനസ്സിൽ ഈ മന്ത്രങ്ങളുടെ ശക്തി, ഇപ്പൊ നാളെ നിങ്ങൾക്ക് പിന്നെ ശൈലപുത്രിയുടെ മന്ത്രം ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും. വെറുതെ കണ്ണടച്ചിരുന്ന ആ അചലമായ ഭക്തി എന്താണ്, അചലമായ ശക്തി എന്താണ്, പാർവതി ദേവി വെറുതെ മനസ്സിൽ ഉപാസിച്ചാൽ, മനസ്സിൽ നമ്മളിങ്ങനെ അകക്കണ്ണിൽ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ വേണ്ടുന്ന ഊർജമെല്ലാം നമ്മളിൽ വന്ന് നിറയും. അതാണ് എന്നിൽ ആ ആത്മബലം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ് 1-ാം ദിവസം നമ്മൾ പൂജയിൽ വെക്കേണ്ടത്. അപ്പൊ പൂജയ്ക്ക് നാളെ ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഈ അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിൽ ശക്തി സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നത് നമ്മളിലെ ആത്മശക്തി ആകട്ടെ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നല്ല, പഞ്ചശക്തികളുണ്ട്. പഞ്ചശക്തികളും നമ്മളിൽ വന്ന് നിറയാനായിട്ടുള്ള കാലമായിരിക്കട്ടെ നവരാത്രിയുടെ ഈ ദിവസങ്ങൾ എന്നുള്ളതാണ് ഈ ദിവസം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നാളെ മുതൽ അങ്ങനെയാണ് പ്രാർത്ഥന. നാളെ രാവിലെ നിങ്ങൾ കലശസ്ഥാപനം എന്താ പറയാ, നമ്മൾ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ, മനസ്സിൽ ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ. ഏതായാലും നവരാത്രിയുടെ ഈ നാളുകളിൽ പ്രാർത്ഥന നിർഭരമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിനെങ്കിൽ, അതിന് സമയം ഒരു വിഷയമല്ല, നമ്മുടെ തിരക്കുകൾ ഒരു വിഷയമല്ല, ഒന്നുമല്ല. നമുക്ക് നമ്മളെ ഒരു 10 മിനിറ്റ് അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ, മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കണ്ണടച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നവരാത്രി വ്രതത്തിലേക്ക് എത്താം. നവരാത്രി വ്രതത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസത്തെ വ്രതം എങ്ങനെയാണ്, നമ്മൾ സസ്യഭുക്കായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അത് നല്ലതാണ്, അതിന്റെ ഊർജം നല്ലതാണ് ഈ ദിവസങ്ങളിൽ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ചില പ്രത്യേകമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണം. ഈ നവരാത്രി കാലത്ത് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള എനർജി തരും. ഇലക്കറികൾ ഉണ്ടാകാൻ, അതുപോലെ തന്നെ ധാന്യം, പ്രോട്ടീൻസ് ധാരാളമായിട്ട് കഴിക്കാൻ ഒക്കെ നമുക്ക് നവരാത്രി കാലത്ത് ശ്രദ്ധിക്കാവുന്നതാണ്. നവരാത്രി കാലത്തിന്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. രാത്രി കാലങ്ങളിലെ ഭക്ഷണം ഒഴിവാക്കുക. വ്രതം എടുക്കുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫുൾ ദിവസവും 9 ദിവസവും നമ്മൾ പൂർണ്ണമായിട്ട് ഭക്ഷണം ഒഴിവാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫലമൂലാദികൾ മാത്രം കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് രാത്രി കാലത്തെ ഭക്ഷണം മാത്രം ഒഴിവാക്കാം. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മണിയോടുകൂടി എന്തെങ്കിലും ഫ്രൂട്ട്സ് വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാത്രി മുഴുവനും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പിറ്റേന്ന് പ്രഭാതം അങ്ങനെ വേണമെങ്കിൽ വ്രതം ചെയ്യാം. അല്ലെങ്കിൽ ഒരു നേരത്തെ നിങ്ങളുടെ ആരോഗ്യാവസ്ഥയ്ക്കനുസരിച്ച് മാത്രം, നമ്മളെ ഒന്നും വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, നമ്മുടെ ആരോഗ്യാവസ്ഥയെ കൺസിഡർ ചെയ്യാതെ ഒന്ന് പീഡിപ്പിച്ചുകൊണ്ടൊന്നും വ്രതം എടുക്കരുത്. ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരവും ഞാൻ തന്നെയാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പറയും, അങ്ങനെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വ്രതം എടുക്കുക ചെയ്യരുത്. അവിടെ ഇങ്ങനെ ഭക്ഷണപ്രിയനായ ഭഗവാൻ പറയുന്നത് ഭക്ഷണം ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. അപ്പൊ നമുക്ക് എന്താണോ തോന്നുന്നത്, നമ്മുടെ മനസ്സിന് തോന്നുന്നത്, അത് നമ്മുടെ ശരീരത്തിന് ചെയ്യാനാകുമെങ്കിൽ മാത്രമാണ് വ്രതം അർത്ഥവത്താകുന്നത്. നമ്മൾ പ്രഷർ എടുത്തുകൊണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട്, വല്ലാണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട്, ഏതു നേരവും അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന വ്രതമൊന്നും പൂർണ്ണമാകുന്നില്ല. ഇനി ഭയന്നുകൊണ്ട് ചെയ്യുന്ന വ്രതവും പൂർണ്ണമാകുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യണം ഈശ്വര, ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ തെറ്റിപ്പോയാൽ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഭയന്ന് നമ്മൾ വ്രതം ചെയ്താലും ഗുണം കിട്ടുന്നില്ല. തെളിഞ്ഞ മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ എടുക്കുന്ന വ്രതം മാത്രമേ വ്രതം എന്ന ഭാവത്തിലേക്ക് എത്തുന്നു. അപ്പൊ അതുകൊണ്ട് നാളത്തെ വ്രതത്തിൽ ദേഷ്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മളിലെ തന്നെ കോൺഫിഡൻസിനെ, നമ്മളിലെ തന്നെ ശൈലപുത്രിയെ ഉണർത്തിക്കൊണ്ട് ആ മഹാപാർവതി നവദുർഗയായി ദശമഹാവിദ്യയായി നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ 1-ാമത്തെ ദിവസം നമ്മൾ അറിയുന്ന ശക്തി കാളിയാണ്. കാളി എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കാലത്തെ ആളുന്ന ശക്തി. നമ്മൾ നമ്മുടെ സമയത്തെ ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് നാളത്തെ ദിവസം കാളിയെ ഉപാസിക്കാം. അല്ലെങ്കിൽ നാളെ നമ്മൾ പ്രോമിസ് ചെയ്യണം, നാളത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന വിളക്ക് തെളിയിച്ചാൽ, സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചാൽ നമ്മൾ പ്രോമിസ് ചെയ്യണം,
ഞാൻ എൻ്റെ കാലത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കും. എൻ്റെ പ്രായത്തെ പരാതി പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ഇത്രയും വയസ്സായി ഇനി ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ഞാൻ പരാതി പറയില്ല. അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണോ, എനിക്ക് അങ്ങനെയില്ല, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല വിചാരിക്കരുത്. നമുക്ക് നമ്മൾ തന്നെ ധാരാളാണ്. ഒരു സാഹചര്യങ്ങളെയും എക്സ്ക്യൂസ് ആക്കാതെ നമ്മൾ നമ്മുടെ സമയത്തെ നന്നായി വിനിയോഗിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൈമിനെ, അതിന് എത്ര വയസ്സായിക്കൊള്ളട്ടെ, 100-105 വയസ്സായിക്കൊള്ളട്ടെ, നമുക്ക് ടൈമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തെ ഏറ്റവും ഉചിതമായ രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ കാളി ഉപാസകരാകുന്നത്. കാലസംഘർഷിണി കാളീ സ്വരൂപത്തിൽ നമ്മുടെ സമയമാണത്, നമ്മൾ വിനിയോഗിക്കുന്ന സമയമാണത്. ആ സമയത്തെ നമ്മൾ ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ കുശുമ്പിനോ കുന്നായ്മയ്ക്കോ അല്ലെങ്കിൽ കുറ്റം പറയാനോ മറ്റൊരാളെ കുറിച്ച് പറയാനോ ഒക്കെ അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷം ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, എന്നാൽ നമ്മൾ ഒട്ടും ഭയമില്ലാതെ ഒട്ടും പ്രഷറില്ലാതെ ആനന്ദത്തോടുകൂടി ജീവിക്കുന്ന മൊമെന്റിൽ കാളി ഉപാസകരായി മാറുന്നു. അപ്പോൾ മാത്രമേ കാളി ഉപാസകരാകുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ദശമഹാവിദ്യകളിൽ ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഭഗവതി കാളി, ആ കാളി നമ്മുടെ സമയത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം നമ്മൾ ഉപാസന തുടങ്ങുന്നുവെങ്കിൽ, നവരാത്രി ഉപാസന തുടങ്ങുന്നുവെങ്കിൽ വ്രതനിഷ്ഠമാകേണ്ടത് ദേഷ്യത്തെ ഒഴിവാക്കിക്കൊണ്ട്, പൂജ ചെയ്യേണ്ടത് അചലമായ ശൈലപുത്രിയെ ഉള്ളിലേക്ക്, ആ ശക്തിയെ, ശൈലപുത്രിയുടെ ശക്തിയെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, പ്രാർത്ഥനാ നിർഭരമാകേണ്ടത് എങ്ങനെയാണ്? കാലത്തെ കാളിയെ സ്വീകരിച്ചുകൊണ്ട്. ഭയന്നും വിറച്ചുമല്ല ജീവിക്കേണ്ടത്, ആശങ്കപ്പെട്ടും ഭയന്നുമല്ല ജീവിക്കേണ്ടത്, തെളിഞ്ഞും വ്യക്തമായി കണ്ടും ഉണർന്നും ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് എന്നറിയുക. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നിലേക്കും ചെന്ന് തലവെച്ചു കൊടുക്കാതിരിക്കുക. ഒന്നും ഭയക്കേണ്ടതില്ല. ഭഗവതി ഭദ്രകാളിയൊന്നും നാവ് പുറത്തേക്കിട്ടിരിക്കുന്ന ഭീകര രൂപമൊന്നും ഭയപ്പെടുത്തുന്നതല്ല. അത് നമ്മളിലെ ഊർജത്തെ വ്യക്തമാക്കി തരുന്നതാണ്. നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് അകത്തേക്ക് ആ സഹസ്രാരത്തിലെ അമൃതത്തെ പാനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഭഗവതിയുടെ തയ്യാറാകലുകളാണ്. ആ കഴുത്തിലിട്ടിരിക്കുന്ന മുണ്ടമാലകളെല്ലാം, തലയൊട്ടികളെല്ലാം അക്ഷരത്തിന്റെ ഉറവിടമാണ്. അക്ഷരമാല ആണ്, 51 അക്ഷരങ്ങളാണ്. അതായത് നമ്മളുടെ ജ്ഞാനമൂലം, അതായത് നോളജിന്റെ ബേസ് എന്ന് പറയുന്ന ആ അക്ഷരമാലയാണ് അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാളിയുടെ ചിത്രത്തെ എങ്ങനെ വീട്ടിൽ വെച്ചാലും നമ്മൾ ആ ജ്ഞാനത്തിൽ ഉണരുന്നുവെങ്കിൽ അത് ഐശ്വര്യം നൽകും. നമുക്ക് അജ്ഞതയാണ് എങ്കിൽ അയ്യോ അങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ, കാളിയെ കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ പ്രശ്നം നമ്മളുടേതാണ്. അതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഭദ്രകാളി എന്ന് പറയുന്നത് ഭദ്രമാകുന്ന കാലത്തിന്റെ സ്വരൂപമാണ്. ഭഗവതിയുടെ ഓരോ രൂപങ്ങളും അത്തരത്തിലാണ്. അപ്പൊ ഭയമില്ലാതെ സമീപിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഉപാസനയാണ്. നാളത്തെ ദിവസത്തിന്റെ ഏത് നിമിഷത്തിലാണെങ്കിലും ഇത്തരം പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അത് നിങ്ങളായി തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഊർജത്തെ അറിഞ്ഞുകൊണ്ട് നമ്മളായി തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാം. വിളക്ക് തെളിയിച്ചു വെച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയത്ത് നമ്മളിലെ ഈ ശക്തിയെ, നമ്മുടെ കാലത്തെ നമ്മൾ പാഴാക്കില്ല എന്ന് വിചാരിക്കുക. മടി കൊണ്ടോ അലസത കൊണ്ടോ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞോ മറ്റുള്ളവരെ ആരെങ്കിലും പഴിചാരിയോ ഒന്നും ഒരു എക്സ്ക്യൂസ് കൊണ്ടും നമ്മളുടെ ജീവിതത്തിന്റെ ഈ കാലത്തെ നമ്മൾ പാഴാക്കി കളയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ കാളി നമ്മളിൽ. അപ്പോൾ അതിനുള്ളതായിരിക്കട്ടെ നവരാത്രി കാലം. നവരാത്രിയുടെ തേജസ് നമ്മളിൽ ഉണർന്നു നിൽക്കട്ടെ, നമ്മളിൽ തെളിഞ്ഞു നിൽക്കട്ടെ, നമ്മൾ ചൈതന്യമായി നിറഞ്ഞ് ഉണർന്ന് കോടി സൂര്യപ്രഭയോടുകൂടി തെളിയുവാൻ നവരാത്രി കാലം അവസരമൊരുക്കട്ടെ. നമ്മളാകുന്ന ജന്മത്തിലെ കലശം, നമ്മളുടെ ശുദ്ധബോധമാകുന്ന ആ നാളികേരം തെളിഞ്ഞ് ഭഗവതി സ്വരൂപത്തിലേക്ക് മാറുവാൻ, അങ്ങനെ തെളിഞ്ഞ് ഭഗവതിയായി തന്നെ മാറുവാനുള്ള അവസരമായിരിക്കട്ടെ ഈ നവരാത്രി കാലം. അപ്പൊ നാളത്തെ ദിവസം ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ളതാണ്, ആനന്ദത്തെ തിരിച്ചു പിടിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശൈലപുത്രിയെയും മഹാകാളിയെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ ദിവസത്തെ വരവേൽക്കാം. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളെയും വരവേൽക്കാം. ആനന്ദത്തോടു കൂടി ഇരിക്കുക, ജീവിതത്തിൽ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ നമുക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നറിയാം. ഈ പ്രപഞ്ച ശക്തി നമ്മളോടൊപ്പം ഉള്ളപ്പോൾ മറ്റൊന്നിന്റെയും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക. പുറത്തെ ലോകത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അകത്തെല്ലാറ്റിനെയും കണ്ടെത്തുക. സ്വസ്ഥമായിരിക്കുക, സമാധാനമായിരിക്കുക. ഭഗവതി നമ്മളിൽ പ്രവർത്തിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അനാഹതയിൽ ഉണർന്നിരിക്കുന്ന ഊർജം സദാ ഈ ഈശ്വരമൂർത്തികളെല്ലാം തെളിവോടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. നവരാത്രിയുടെ ഒരു തുടക്കമാകട്ടെ ഈ പറഞ്ഞതെല്ലാം. ഇനി മുന്നോട്ട്
നാളെ പ്രഭാതത്തിൽ മുഴുവൻ എല്ലാ ചൈതന്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ ഇത് എല്ലാവർക്കും ഒരു പ്രേരണയാകട്ടെ. കേട്ടിരുന്നതിനെ, ശ്രദ്ധിച്ചതിനെ, മനസ്സിലാക്കിയതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പാദം തൊട്ടു വന്ദിക്കണം. ഇത് വെറും വാക്കാൽ പറയുകയല്ല, കാരണം നിങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. ഇത് ആ മഹാപരാശക്തിയിൽ നിന്ന് കിട്ടുന്ന അവസരമാണ്. ഇതെന്റെ ജ്ഞാനമല്ല, ആ പരമമായ ജ്ഞാനത്തിൽ ഒരു ഉപകരണമായി ഇരുന്നു കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് പറയാൻ അവസരം ഉണ്ടാകുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല ഈ വാക്കുകൾക്ക്. അപ്പോൾ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാദം തൊട്ട് നമസ്കരിക്കുന്നു.